ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഉള്ള എല്ലാവരും ജോലിയായിട്ടിരിക്കുന്നവരും പിന്നെ ഫാമിലിയായിട്ട് താമസിക്കുന്നവരും എങ്ങനെയാണെങ്കിലും എല്ലാ വ്യക്തികളും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായം പറയും. അപ്പോൾ അത് കണ്ടിട്ട്, ആ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്ന അഭിപ്രായം നിങ്ങൾ ഒരുക്കിയെടുക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ഭർത്താവിനോട് ചെലവിന് ചോദിക്കുമ്പം കെഞ്ചേണ്ടി വരുന്നത് യാചിക്കുന്ന ഒരു ഫീലാണ്, ചോദിക്കാൻ തന്നെ തോന്നൂല എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകൾ. ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയേണ്ട ആള് ഞാനല്ല. ഇത് ആധികാരികമായിട്ട് പലരും പറയാത്തത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഭാര്യക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കാന്ന് പറയുന്നത് ഭർത്താവിന്റെ ഔദാര്യമല്ല, അത് ഇസ്ലാം പ്രൊവൈഡ് ചെയ്യുന്ന റൂളാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയാൽ പോരെ എന്ന് പുരോഗമനം ഞാൻ പറയുന്നില്ല. പണിയെടുത്തോളൂ, നോ പ്രോബ്ലം. പണിയെടുത്താലും ഇല്ലെങ്കിലും, ഭാര്യ എത്ര റിച്ച് ആണെങ്കിലും അല്ലെങ്കിലും, നിങ്ങളുടെ ഭാര്യയായിട്ട് കഴിയുന്നിടത്തോളം കാലം അവൾക്ക് ചെലവിന് കൊടുക്കാന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യത്തിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനൊരു കർത്തവ്യം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ വിവാഹത്തിന് ഒരു പുരുഷൻ നിൽക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഔദാര്യമല്ല, അത് അവളുടെ അവകാശമാണെന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് ചെലവിന് ചോദിക്കുമ്പോൾ ബെഗ് ചെയ്യാണെന്നില്ല. പല ആളുകളുടെയും പഴയ വീഡിയോകൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയലുണ്ട് കാലത്തിന് മുന്നേ സഞ്ചരിച്ച വാക്കുകൾ, അല്ലെ കാലത്തിന് മുന്നേ പറഞ്ഞ വാക്കുകൾ എന്നൊക്കെ പറയലുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടപ്പോ കാലം തെറ്റി വന്ന വാക്കുകൾ എന്ന് എനിക്ക് പറയാൻ തോന്നിയത്. ചിലപ്പോ നമ്മുടെയൊക്കെ ഉമ്മമാരോട് ചോദിച്ചാല് ചിലപ്പോ ഈ ഒരു സിറ്റുവേഷൻ കൂടെ നമ്മളെ ഉമ്മമാരുടെ ജനറേഷനിലുള്ള പല ആളുകളോട് ചോദിച്ചാലും ഈ ഒരു ഇവരിപ്പോ പറഞ്ഞ വാക്കുകളിലെ സിറ്റുവേഷൻ കൂടെ ചിലപ്പോ കടന്നു പോയിട്ടുണ്ടോ. ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ, അതല്ലെങ്കിൽ ഇവര് പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളുകളുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. ടെക്നോളജി ഒരുപാട് വികസിച്ച് ആളുകളുടെ ചിന്തയും ഒരുപാട് മാറി. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇരുന്നിട്ട് കാലങ്ങൾക്ക് മുന്നേ പറയേണ്ട ഒരു വാക്കുകൾ പറയുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കതെന്തോ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഇപ്പോഴും ഭാര്യ ഭർത്താവിനോട് പൈസ കെഞ്ചുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ ആളുകളുണ്ടോന്ന്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ? ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ ഭാര്യക്ക് സെപ്പറേറ്റ് ഒരു ചെലവിന്, അല്ലെങ്കിൽ ഭാര്യക്ക് ഒരു സെപ്പറേറ്റ് ചെലവ് എന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒത്തൊരുമയോടെ ജീവിക്കേണ്ട കാര്യമാണ്. ഭാര്യക്ക് സെപ്പറേറ്റ് ഒരു ചെലവ് എന്നുള്ളതൊന്നുമല്ല. ഭാര്യക്ക് ഇപ്പൊ ഈ ജനറേഷനിൽ, ഇപ്പൊ 90s ജനറേഷനിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ജനറേഷനിലാണെങ്കിൽ പോലും ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വ്യക്തമായിട്ട് അവൾ ചോദിക്കാതെ അവളുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ജനറേഷനാണ്. എന്തിന് ഈ സർപ്രൈസ് ഗിഫ്റ്റ് പോലും കൊടുക്കുന്ന ആളുകളുള്ള, അത്രയും സന്തോഷകരമായിട്ട് ജീവിക്കുന്ന, അത്രയും മെജോറിറ്റി ആളുകൾ അങ്ങനെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ആലോചിക്കുമ്പോ. അപ്പോൾ ആ പെൺകുട്ടിയും ഇദ്ദേഹവും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇദ്ദേഹം പറയുന്നത് ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളെല്ലാം, അല്ല പുരുഷന്മാരൊക്കെ ഇതെല്ലാം അറിഞ്ഞ് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ടെക്നോളജി ഒരുപാട് വളർന്നു, മനുഷ്യൻ്റെ മനസ്സുകൾക്ക് മാറ്റം വന്നു എന്നൊക്കെയുള്ള ചിന്താഗതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്നാൽ കുട്ടിയാവട്ടെ, കുട്ടിയെന്ന് പറയാൻ കാരണം എന്നെക്കായി ചിലപ്പോൾ ഒരു 10 വയസ്സിന് ഇളയതായിട്ട് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. 10 വയസ്സ് 15 വയസ്സോ ആയിക്കോട്ടെ, എന്തായാലും എന്നെക്കായി നല്ല ഇളയതായിട്ട് എനിക്ക് തോന്നിയത്. ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ, അതിന് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല, അത് മൊത്തത്തിലുള്ള സ്ത്രീവർഗം മൊത്തത്തിലെടുത്താൽ ഏകദേശം ഒരു 50% പേരെങ്കിലും, അല്ലെങ്കിൽ പോട്ടെ 70% പേരെങ്കിലും ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. ഞാനൊക്കെ 80 കിഡ്സിൻ്റെ ആ ഒരു കാലഘട്ടത്തിലുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. ആ കാലഘട്ടം മുതൽ എന്തിനേറെ പറയുന്നു, ആ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചവർ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഞാൻ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കുന്ന കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ഇത് അനുഭവിക്കുന്നുണ്ട്, ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ ഭാര്യയ്ക്ക് വേറെ പ്രത്യേക ഒരു ചെലവിന് കൊടുക്കേണ്ട ആവശ്യകത എന്താണെന്ന്. ജോലിയില്ലാത്ത ഒരു ഭാര്യയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഭർത്താക്കന്മാർ അവരുടെ അമ്മയ്ക്കോ അച്ഛനോ അവരുടെ ബന്ധുക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഇതുപോലെ സ്വന്തം ഭാര്യയ്ക്കും തോന്നത്തില്ല, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അച്ഛന്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന്. ജോലിയില്ലാത്തൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുകയല്ലേ ചെയ്യാൻ നിവർത്തിയുള്ളൂ. നിങ്ങളത് അറിഞ്ഞും കണ്ടും ചെയ്യാത്തവരാണെങ്കിൽ അവർ കെഞ്ചേണ്ടി വരത്തില്ലേ, അവർ കാല് പിടിക്കേണ്ടി വരത്തില്ലേ? എന്നിട്ടും ചെയ്തു കൊടുക്കാത്ത എത്രയോ പുരുഷന്മാരെ എനിക്കറിയാം.
എൻ്റെ പൊന്നുമക്കളെ, അതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾ അവർ പഠിച്ച് ജോലി മേടിച്ചിട്ട് വിവാഹം കഴിക്കൂ എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതും, അതല്ലെങ്കിൽ വിവാഹം പോലും വേണ്ട എന്ന് തീരുമാനിക്കുന്നതും. കാരണം അവരുടെ വീട്ടിൽ അമ്മ അനുഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ്. എന്ന് പറഞ്ഞ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ. പിന്നെ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടുമ്പോൾ ഇത് നീ വെച്ചോ, എപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലും ആവശ്യം വരും എന്നും പറഞ്ഞു കൊടുക്കുന്ന പുരുഷന്മാരെ എനിക്കറിയാം. എൻ്റെ കൂട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒരു കൂട്ടുകാരി പറയുകയാണ്, എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, എൻ്റെ കയ്യിൽ മാസം ശമ്പളം കിട്ടുമ്പോൾ ഇത്ര രൂപ, എന്നാൽ നീ വെച്ചോ, നീ അത് എടുത്തില്ലെങ്കിലും ചിലപ്പോൾ നിൻ്റെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി തരുവാണെങ്കിൽ നിനക്ക് ആവശ്യം വരുമ്പോൾ നിനക്ക് എന്നോട് ചോദിക്കാതൊന്ന് എടുക്കാമല്ലോ എന്നും പറഞ്ഞ് തരുന്ന ഒരു പെൺകുട്ടി എൻ്റെ കൂട്ടുകാരി ഉണ്ട്. അപ്പോൾ വേറൊരു വശത്തൊരു കൂട്ടുകാരി എത്ര കെഞ്ചി ചോദിച്ചാലും ചിലവിന് പോലും തരാത്തൊരു കെട്ടിയവനുണ്ടെന്നുള്ളത് വേറൊരു വശം. ഓരോ ടൈപ്പിലാണ് ഓരോ കുടുംബത്തിലും മനുഷ്യർ ജീവിക്കുന്നത്, ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന കണക്ക് എല്ലാ ഭർത്താക്കന്മാരും ഭാര്യയുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നവരല്ല. ഒരു 25% പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. നല്ല പുരുഷന്മാർ നല്ലതായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ജോലിയില്ല, അവൾക്ക് അവളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ, ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അവൾക്ക് അവളുടേതായ ഒരു പ്രൈവസി വേണ്ട, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവണ്ടേ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണ്ടേ എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്, കൊടുക്കുന്നവരും ഉണ്ട്. അത് 25% മാത്രമാണ്. ബാക്കി കിടക്ക് 75%. ഈ 75%-ൽ ബാക്കി 25% തരാം, എന്നാ എന്നും പറഞ്ഞ് ചെയ്യുന്നവരും ഉണ്ട്. ബാക്കിയുള്ള ടീമുകൾ എന്തിന് ഏതിന് ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ കാല് പിടിച്ചാൽ കൊടുക്കുന്നവരായിരിക്കും, ചിലപ്പോൾ കെഞ്ചി ഗതി കെട്ടിട്ട് കൊടുക്കുന്നവരായിരിക്കും, കൊടുക്കത്തേ ഉണ്ടാവാത്തവരുണ്ട്. അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത്, വീണ്ടും ആവർത്തിച്ചു പറയും, ഇന്നത്തെ ജനറേഷൻ പലവട്ടം ആലോചിക്കും കല്യാണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ചെറുക്കനെ കുറിച്ച് ആലോചിക്കും, കല്യാണം കഴിക്കുന്ന പെണ്ണ് കാണാൻ വരുമ്പോഴേ ആലോചിക്കും. മിക്കവാറൊക്കെ ഇപ്പോൾ പെണ്ണ് കാണലൊന്നുമല്ല, എല്ലാം നേരത്തെ സെറ്റപ്പാക്കി വെക്കുന്നവരാ. കോളേജിൽ പഠിക്കുമ്പോഴോ ജോലി സ്ഥലത്ത് ജോലി കിട്ടി ജോലിക്ക് പോയി കഴിഞ്ഞിട്ടോ അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച് അവർക്ക് സെറ്റാവുമെന്ന് തോന്നിയാൽ മാത്രമേ വിവാഹം കഴിക്കുന്നവരെ ഇന്നത്തെ പെൺകുട്ടികൾ. എന്താണ് എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായം? പറയൂ.